സലാത്തിന്റെ 15ാമത് സലാത്ത് വാർഷികമാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സലാത്ത് വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ മഴയത്ത് ഈ സലാത്ത് വാർഷികം ഇത്രയും മഴയത്ത് അടിയന്തരമായി സലാത്ത് വാർഷികം നടത്താൻ ഉദ്ദേശിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് വലിയ പ്രയാസം നിർബന്ധമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മുടെ മസ്ജിദിന്റെ അറ്റകുറ്റപ്പണികൾ ഒരുപാട് പ്രയാസങ്ങൾ, നമ്മുടെ മുകളിലെ പണികളും കാര്യങ്ങളെല്ലാം വളരെ പ്രയാസകരമായ രീതിയിലാണ് നമ്മുടെ മസ്ജിദ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മുടെ മസ്ജിദിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റൊരാളുടെ ഭൂമിയിലേക്കായതിന്റെ പേരിൽ നമുക്ക് അങ്ങനെയും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് ഈ മഴയത്ത് നമ്മൾ തങ്ങൾ പാപ്പാനെ കൊണ്ടുവരുന്നതിൽ നമുക്കും ഒരു പ്രയാസങ്ങളുണ്ട്. കാരണം ഈ ഇത്രയും കോരിച്ചൊരിയുന്ന ഒരു മഴയത്ത് ഈ പരിപാടി നടത്തിയതിന്റെ പേരിൽ ഒരു വിഷമം കമ്മിറ്റിക്കാർ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഈ 15ാമത് സലാത്ത് വാർഷികത്തിന്റെ ഉദ്ഘാടനവും നമ്മുടെ മുഹിദ്ദീൻ പള്ളി പുനർനിർമ്മാണവും ആണ് പ്രധാനമായി കൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശം. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ഖാദിയും സയ്യിദ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ആണ് നിർവഹിക്കുന്നത്. ആദ്യമായി കൊണ്ട് കമ്മിറ്റിയുടെ പേരിലും മറ്റുള്ള പേരിലും നമ്മുടെ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുവാൻ അള്ളാഹു അവർക്ക് എന്നും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈ പരിപാടിയിൽ ഖിറാഅത്ത് പരിപാടിയിൽ നമുക്ക് സമ്മതം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റിക്കാർ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ ഓമനപുത്രൻ രാജീവ് തങ്ങൾ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേൾക്കുവാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പോസ്റ്റിലും അത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ കൊണ്ടും ചില കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ഇൻഷാ അല്ലാഹ് പിന്നെ ഒരിക്കൽ വരാമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ദുആ സമ്മേളനവും നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ കാളികാവ് റസാഖ് ഫൈസി അവർ അദ്ദേഹത്തിനും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനും ദുആ മജ്ലിസും ദുആവും കാര്യങ്ങളും പ്രത്യേകം നടത്തുവാനും തയ്യാറായിക്കൊണ്ട് നമ്മുടെ OMS തങ്ങൾ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ട നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ നാട്ടുകാർ, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവർ 2-3 പരിപാടി കഴിഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇനിയും 1-2 പരിപാടികളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നേരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ സംഘടിപ്പിക്കപ്പെടുന്ന സ്വലാത്ത് മജ്ലിസിനും ദുആ സമ്മേളനത്തിനും നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ മഹല്ല് വളരെ സൗകര്യപ്രദമായ മസ്ജിദിന്റെ പുനരുദ്ധാരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു സംഗമത്തിനുണ്ട്. വളരെ കാലങ്ങളായി നിർമ്മിച്ചിട്ടുള്ള മസ്ജിദിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ മറ്റു ശോചനാവസ്ഥ മാറ്റുന്നതിനു വേണ്ടി അതിൻ്റെ പുനരുദ്ധാരണം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും മഹല്ല് നിവാസികൾ, പരിസര പ്രദേശത്തുകാർക്കുമൊക്കെ തന്നെ ഒരു വലിയ സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. അല്ലാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടി നാം അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുമ്പോൾ നാളെ സ്വർഗീയ ലോകത്ത് നമുക്ക് ഒരു ഭവനം, വീട് നൽകപ്പെടുന്ന ആ ഒരു വലിയ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള
അവസരമാണ് നമുക്ക് കൈവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണങ്ങളും പിന്തുണയും ഈ മഹൽ നിവാസികളും ഇതിൻ്റെ പരിസര നിവാസികൾ, അതുപോലെ തന്നെ ഈ മസ്ജിദുമായി ചേർന്ന സ്ഥലത്തിൻ്റെ ഉടമകളുമൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയാണെന്നുള്ള ആ വലിയ സദ്ദേശത്തോടു കൂടി എല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിൽ പങ്കാളികളാകുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. നമുക്കറിയാം, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ തൃപ്തിയിലായി ജീവിച്ചുകൊണ്ട് ശാശ്വതമായ പരലോക വിജയം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ജീവിതം കേവലം ഭൗതികമായ താല്പര്യങ്ങളും അതുപോലെ തന്നെ സുഖസുഖത്തിലുമാക്കുവാൻ, അതുപോലെ അധാർമികതയിലേക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും ഈ മഹലിനും സമസ്ത ജമഅത്തുൽ ഉലമക്കും നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നഫ്സിന്റെ പിതാവ് അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഖബറടം അല്ലാഹു വിശാലമാക്കട്ടെ. അതുപോലെ തന്നെ മഹാനായ മാണിയൂർ ഉസ്താദ്, അതുപോലെ പൊന്നാനി ഹജ്ജത്ത് ഉസ്മാൻ ഹുസൈൻ മുഹമ്മദ് കോച്ചകൾ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, ദുആക്കളുടെ വസിയത്തുകൾ, അതുപോലെ തന്നെ ഈ മഹലിൽ പലരും രോഗികളാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മാരക രോഗങ്ങൾ കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് എത്രയും വേഗം ശിഫ നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. അവരുടെ മതബോധം വിദ്യാഭ്യാസത്തിന് ഉന്നതമായ വിജയം നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകട്ടെ. നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലും കൃഷിയിലും എല്ലാ സംരംഭങ്ങളിലും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ മസ്ജിദിന് വേണ്ടി, ഈ മഹലിന് വേണ്ടിയുമൊക്കെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട്, അവർക്ക് അല്ലാഹു സ്വാലിഹായ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.